എല്ലാവർക്കും നമസ്കാരം. ബജ്ജികൾ മിക്കവാറും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലേ. എണ്ണയിൽ കോരിയെടുക്കുമ്പോൾ ആ ബജ്ജികളുടെ ഓരോ മണവും നമുക്ക് ശരിക്കും പ്രിയപ്പെട്ടതായിരിക്കും. നമ്മളെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് ബജ്ജികൾ. അപ്പോൾ ഒരു ബാറ്റർ കൊണ്ടുണ്ടാക്കാവുന്ന 5 തരത്തിലുള്ള ബജ്ജികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. നമ്മുടെ ബജ്ജിയുടെ പ്രത്യേകത, നമ്മൾ ഒട്ടും തന്നെ ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് വാഴക്കയുടെ പൊന്തൻ വാഴക്ക എന്ന് പറയുന്ന മുന്തൻ വാഴക്കയുടെ അതിനെ തിന്നായി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒനിയൻ ഇതേമാതിരി റൗണ്ടായിട്ട്, ക്യാപ്സിക്കം, പൊട്ടറ്റോ ഞാൻ ചെറുതായിട്ട് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബജ്ജി ഉണ്ടാക്കുന്നത് നമ്മുടെ കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ജസ്റ്റ് ഫ്ലോററ്റ്സ് ആക്കി മാറ്റിയിട്ടുള്ളൂ, ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിനാവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്കാദ്യം കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവരെ കുറച്ചും കൂടി കൂടുതൽ ഇടാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ മണം നല്ലോണം ഉണ്ടാവണം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപ്പ് വേണ്ടി വന്നു കേട്ടോ. ഒരു കയ്യിൽ ദോശമാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ദോശമാവ് ഒഴിക്കുമ്പോൾ തന്നെ 1-1.5 കയ്യിൽ കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. ദോശമാവ് ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ബജ്ജിക്ക് ഭയങ്കര സോഫ്റ്റായിട്ട്, ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു സോഫ്റ്റ് ബജ്ജി ടേസ്റ്റി ആയിരിക്കും. എണ്ണ അധികം കുടിക്കില്ല, എന്നാൽ നല്ല ഫ്ലഫി ആയിട്ടും ബജ്ജി വരുന്നതാണ്. അതിനാണ് ഈ ദോശമാവ് ഉപയോഗിക്കുന്നത് കേട്ടോ. ദോശമാവ് സാധാരണമായി പുളിച്ച ദോശമാവാണ് വേണ്ടത്. ഒരുപാട് പുളിച്ചതല്ല, ഫെർമെൻ്റ് ആയത്. ഇതേമാതിരിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കട്ടയൊന്നും ഇല്ലാതെ ബജ്ജി മാവ് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എരിവ് കൂടുതൽ വേണ്ടവർ എരിവിടാൻ മറക്കരുത്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഞാൻ വാഴക്കയുടെ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. വാഴക്ക ബജ്ജി എപ്പോഴും പ്രിയപ്പെട്ടതാണല്ലേ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ മാവിലേക്ക് മുക്കുക, ഇടുക. ഇങ്ങനെയാണ് ഇടുന്നത്. മാവിൻ്റെ കനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ബാറ്ററിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ട് നമുക്ക് വളരെ തിന്നായിട്ടുള്ള ബാറ്ററേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററിൽ വേണം ഇതിടാനായിട്ട് കേട്ടോ. അപ്പോഴേ ആ കടകളിലെ പോലെ വരുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കിനി മറിച്ചിടാം. നിങ്ങൾക്കിപ്പോൾ ഇത്ര എണ്ണ ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഹാഫാക്കിയിട്ട് ഉപയോഗിക്കാം. ഞാൻ റൗണ്ടായി കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കാറുണ്ട്. ഇതിനെ ഒന്ന് മറിച്ചിടാം. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ദോശമാവ് ചേർത്തത് കൊണ്ട് തന്നെ നമുക്കധികം എണ്ണ കുടിച്ചിട്ടും ഉണ്ടാവില്ല. അത് പറഞ്ഞിട്ട് ഒരുപാട് ദോശമാവ് ചേർക്കരുത്, അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ കുടിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. കായ ബജ്ജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം കായ കുറച്ചൊന്ന് വേവാൻ ടൈം എടുക്കും. അതൊന്ന് തിന്നായി സ്ലൈസ് ചെയ്യാനും കൂടി ശ്രമിക്കണം കേട്ടോ. അപ്പം നമ്മുടെ കായ ബജ്ജി റെഡി. ഇനി നമുക്ക് അടുത്ത ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കായ റെഡി ആക്കേണ്ട ക്യാപ്സിക്കമാണ് ഉണ്ടാക്കുന്നത്. ക്യാപ്സിക്കം ബജ്ജി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ക്യാപ്സിക്കം വറുത്തെടുക്കുമ്പോൾ ഭയങ്കര നല്ല പെട്ടെന്ന് വേവുകയും ചെയ്യും. നമുക്ക് ആ ബാറ്ററിൽ തന്നെ മുക്കിയെടുത്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഈ ബാറ്റർ ഇതിപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള പുറത്തല്ല കേട്ടോ കിട്ടുന്നത്. ഇത് ആവശ്യത്തിന് ഒരു മീഡിയം തിക്നെസ്സിലായിരിക്കും കിട്ടുന്നത്. ഇത് കണ്ടോ, ഇതിനെ നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒന്നിൻ്റെ മേലെ ഒന്നായി ഉണ്ടാവാം. ചിലപ്പോൾ അതിനെ ഇതുമാതിരി ഒന്ന് നമ്മളുടെ ചട്ടുകം കൊണ്ടൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അത് കണ്ടോ, പീസായി വരും. ഇപ്പോൾ എല്ലാ സ്ഥലവും വേവുകയും ചെയ്യും. നമുക്ക് ക്യാപ്സിക്കം ബജ്ജിയൊക്കെ പെട്ടെന്ന് കുക്കാവും കേട്ടോ. അധിക നേരമൊന്നും വേണ്ട, പെട്ടെന്ന് ഉള്ളൊക്കെ വെന്ത് കിട്ടും. കായ ബജ്ജി മാത്രമേ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. അതേ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ബജ്ജിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബജ്ജി ഉണ്ടാക്കുമ്പോൾ. ഉപ്പും എരിവും ഒക്കെ കൂടി, കായത്തിൻ്റെ ആ ലൈറ്റ് മണവും ഒക്കെ കൂടിയിട്ട്. ഇനി അടുത്തതായിട്ട് പൊട്ടറ്റോ ആണ് ഇട്ടിരിക്കുന്നത്. പൊട്ടറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരി നീളത്തിൽ കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിത് റൗണ്ടായിട്ട് ഒരു പൊട്ടറ്റോ ആണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു പൊട്ടറ്റോ തന്നെ ഒരു 10-12 ബജ്ജികൾ കിട്ടും. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വായിലേക്ക് എടുത്തിടാൻ വളരെ ഈസി ആയിരിക്കും പൊട്ടറ്റോ ബജ്ജി. ഇതിന് വേണമെങ്കിൽ സോസ് ഉപയോഗിക്കാം. സോസ് ഇല്ലെങ്കിൽ നല്ല കട്ടി ചട്നിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചില കടകളിലൊക്കെ ഇതിൻ്റെ കൂടെ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങ ചട്നിയൊക്കെ കിട്ടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടാൻ മറക്കരുത്. മറിച്ചിടുമ്പോൾ തന്നെ ഇതുമാതിരി നമ്മൾ ആ ചട്ടുകം കൊണ്ട് ഒന്ന് അവിടെയും വേണ്ടി നിന്നും തട്ടിക്കൊടുത്താൽ കട്ടയൊന്നും ഇല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കുക്കായി കിട്ടും. കണ്ടോ, ഇതുപോലെ. ഈ ഒരു ബജ്ജി, ഈ മാവിൻ്റെ റെസിപ്പി കൊണ്ട് നമുക്ക് ഒരുപാട് ബജ്ജികൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് ഗസ്റ്റ് വന്നിട്ട് ചായ വെക്കുന്ന സമയം മാത്രം മതി നമ്മളുടെ ഈ ബജ്ജി ഉണ്ടാക്കാനായിട്ട്. പുറത്ത് കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബജ്ജിയും റെഡി. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്ന ഒനിയൻ ബജ്ജിയാണ് കേട്ടോ. ഒനിയൻ ഇങ്ങനെ ഫുള്ളായിട്ടാണ് ഇവിടെ പല കടകളിലും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇട്ടത്. പക്ഷേ ഒരെണ്ണത്തിൻ്റെ നടുവിൽ സാധനം പോയി ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം ഓട്ടയുള്ള ബജ്ജിയായിട്ടാണ് വന്നത് കേട്ടോ.
ഇതിനെ മറിച്ചിടുന്നുണ്ട്. കണ്ടോ, നല്ലതാണ് മറിച്ചിടാൻ. നമുക്ക് ഒനിയൻ റിങ്സ് മാതിരിയാണ് ഒരെണ്ണം വന്നത്. ഒനിയൻ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിന്നായി കട്ട് ചെയ്യരുത്, കുറച്ച് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഇല്ല എങ്കിൽ നമുക്ക് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുമാതിരി ഒനിയൻ ബജി ഇതല്ലാതെ നെയ്യും ഉണ്ടാക്കാം കേട്ടോ, ചെറുതായിട്ട് പീസ് ചെയ്തിട്ട്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും ബാറ്റർ കുറച്ച് തിക്കായിരിക്കണം എന്ന് മാത്രം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഇതും വാങ്ങിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ കോളിഫ്ലവർ ബജിയും കൂടി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് നോമ്പ് തുറയ്ക്കോ അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും വിശേഷാവസരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ചെടിച്ചിടാവുന്ന ഒരു ബജ്ജി കുടിക്കുമ്പോൾ ഭയങ്കര രസമല്ലേ. ഇതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ റെസിപ്പീസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. സ്നാക്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇഷ്ടംപോലെ സ്നാക്സിൻ്റെ ലിസ്റ്റ് അതിലിട്ടിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്നാക്സ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ ബജ്ജിയും റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ ബജ്ജി. അപ്പോൾ ആദ്യം ഞാൻ തുറന്നു നോക്കുന്നത് നമ്മുടെ വാഴയ്ക്ക ബജ്ജിയാണ് കേട്ടോ. ഉള്ളൊക്കെ പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട്. ബാറ്റർ കണ്ടോ, ബാറ്ററൊക്കെ പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളു വേവാത്ത മാതിരി തോന്നുന്നുണ്ട്. ഇതാണ് ഒനിയൻ ബജ്ജി. ആ ഒനിയൻ ബജ്ജി തുറക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ചുടി ചായയും വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ പൊട്ടറ്റോ ബജ്ജി, ഉരുളക്കായും കൊണ്ടൊരു ബജ്ജി. എന്താ ടേസ്റ്റ് അറിയോ, ഞാനൊരെണ്ണം പീസ് വായിലിട്ടു. കോളിഫ്ലവർ പക്ഷെ കണ്ടോ, എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ക്യാപ്സിക്കം ബജ്ജിയും റെഡി. ഇങ്ങനെയൊന്ന് ബജ്ജി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഒട്ടും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ബജ്ജിയും നല്ല ചുടാ ചായയും കൂടി ഞങ്ങളൊക്കെ കഴിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.